ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ ഒരു ലക്ഷണം നിങ്ങളുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമിയും വീടും ധാരാളം സമ്പത്തും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ്. ഞാനിത് പറയുന്നത് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒക്കെ ചില ലക്ഷണങ്ങൾ കാണിക്കും. ഈശ്വരൻ ചില സൂചനകൾ തരും. അപ്പം അത് കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ചില മാറ്റങ്ങൾ ചില ലക്ഷണങ്ങൾ വീട്ടിൽ കാണുന്നത് നമുക്ക് വലിയ ഐശ്വര്യവും ഭൂമി വീട് സാമ്പത്തികം ഒക്കെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ്. അങ്ങനെ ചില ലക്ഷണങ്ങൾ കണ്ടെടുത്ത് ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരുപാട് ഗുണം ചെയ്യും. കാരണം നമ്മുടെ ജീവിതം മാറാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. പിന്നെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കൂടെ വേണം. അപ്പോൾ ആ ചില സൂചനകളാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് എന്ത് കാര്യം ജീവിതത്തിൽ ഒരു വലിയ സമ്പത്തായിക്കോട്ടെ, പുതിയൊരു മാറ്റമായിക്കോട്ടെ, ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഭൂമി ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, സാമ്പത്തിക ലാഭമായിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പേ ചെറിയ സൂചനകൾ നമ്മുടെ വീട്ടിൽ കാണിക്കും ഈശ്വരൻ. അത് നമുക്ക് ചിലർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഇനിയും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചില സൂചനകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി അത് വലിയൊരു മാറ്റമാക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. ഞാൻ ആ സൂചനകൾ പറഞ്ഞുതരാം. അപ്പം അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് കാമാക്യ എന്ന് പറഞ്ഞാൽ 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. കാമാക്യയിൽ പോയ ഒരാൾ എനിക്ക് അവിടുന്ന് രുദ്രാക്ഷം വാങ്ങി എനിക്കിവിടെ അദ്ദേഹം അയച്ചു തന്നു. വലിയ സന്തോഷമാണ്. ഞാൻ ആ രുദ്രാക്ഷം ഈ ഭഗവാൻ ശിവപാദത്തിൽ വെച്ചു. പിന്നെ അത് വീട്ടിൽ കൊണ്ടുപോയി ഞാനത് ഒരു പ്രാവശ്യം ധരിച്ചു. വലിയ രുദ്രാക്ഷമാണ്. ഒരുപാട് സന്തോഷം. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പം ആ ഒരു സന്തോഷം ഞാൻ പങ്കുവെച്ചതേ ഉള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അയാളുടെ SLC ബുക്ക് കാണാതെ പോയി. ഒരു SLC ബുക്ക് കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ പോയവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ വിഷമം. അല്ലാത്തവർക്ക് പറഞ്ഞാൽ ചില മനസ്സിലായിരിക്കത്തില്ല. ഇപ്പോൾ ഒരു ആധാരം കാണാൻ പോവുക, അല്ലെങ്കിൽ SLC ബുക്ക് കാണാൻ പോവുക, ഇതൊക്കെ പോകുന്നവനെ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പം SLC ബുക്ക് കാണാതെ പോയി. അദ്ദേഹം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പായിപ്പാട് പുത്തങ്കാവിലമ്മയ്ക്ക് 6 നാഴി പായസം നേർന്നു. അത് അദ്ദേഹത്തിന് കിട്ടി. വളരെ സന്തോഷം എന്നെ അറിയിച്ചു. ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. എത്ര പേരുടെ ആധാരം പോയിട്ട് അങ്ങനെ കിട്ടിയിരിക്കുന്നു. ഇതൊക്കെ ഓർമ്മയിൽ വെച്ചോളുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആവശ്യം വരും. നിങ്ങളുടെ ഈ അറിവും കഴിവും ഒന്നും പ്രയോജനപ്പെടാത്ത ചില അവസരങ്ങളുണ്ട്. അപ്പം പായിപ്പാട് പുത്തങ്കാവിലമ്മയെ വിളിച്ചാൽ മതി വിശ്വാസത്തോടെ. അപ്പോഴത് നിങ്ങൾക്ക് ഇതുപോലുള്ള പല കാര്യത്തിനും ഉപകരിക്കും. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന്. ഞാനൊരു 3 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു. അത് വീഡിയോ ഇടാൻ മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ പലരും വാട്സപ്പിൽ പറഞ്ഞു വീഡിയോ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇന്നിടും, ദൈവം അനുഗ്രഹിച്ചാൽ ഇന്നിടും. ഇപ്പോൾ വീഡിയോ ഇടുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. അപ്പം നല്ല രീതിയിൽ മഴയും കാറ്റും വന്നാൽ കരണ്ടും പോയാൽ നമ്മൾക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും. ഏതായാലും ദൈവം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിൽ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. അറിയാമല്ലോ, വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ചെയ്യുന്ന രീതി പറയും. ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും പിന്നെ നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ നമ്മളുടെ പ്രയത്നവും കൂടെ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം വഴിപാട് ചെയ്തിട്ട് ജോലിക്ക് പോകാതെ വീട്ടിൽ കയറിയിരിക്കുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ വഴിപാടുകൾ പറയുന്നത്. ജോലി ചെയ്തിട്ടും ഒരു ഉയർച്ചയില്ല, അങ്ങനെയുള്ളവർക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് പുതിയൊരു വരുമാന മാർഗമോ മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകും. അല്ല മടിയന്മാർക്കോ അലസന്മാർക്കോ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നവർക്കോ വേണ്ടിയല്ല കേട്ടോ. അത് കഷ്ടപ്പെടുന്നവർക്കും ഒരു ഈശ്വരാധീനത്തിന് വേണ്ടി അത് കഷ്ടപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വഴിപാടൊക്കെ പറയുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. അത് വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും.
വിശകലനം ചെയ്യേണ്ടവർക്ക്. ഇനി ഒരാൾക്ക് ഒരു അത്യാവശ്യ കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് ജോലിയിൽ ഉയർച്ചയില്ല, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പ്രശ്നമാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. പ്രശ്നമൊന്നും മറ്റൊന്നുമല്ല, സാമ്പത്തിക തടസ്സം, സാമ്പത്തിക ഉയർച്ച, പല കാര്യങ്ങളുണ്ട് മനുഷ്യന്. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, വാട്സാപ്പിൽ ചുരുക്കി ഒരു വോയിസ് ആയിട്ട് ഇട്ടാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞുതരാം. പിന്നെ അത് ശരിയായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് അനുഭവം കിട്ടത്തുള്ളൂ. നിങ്ങൾ ശരിയായിട്ട് ചെയ്തില്ലേ അനുഭവം കിട്ടത്തുമില്ല. നല്ല കാര്യം പറയത്തുള്ളൂ. അത് ആവശ്യമുണ്ട് ചെയ്യുക. പ്രേമ കാര്യങ്ങൾ അല്ലെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യം. ഞാൻ അതേക്കുറിച്ചൊന്നും അഭിപ്രായം പറയത്തില്ല. ഒരുത്തിന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഉയർച്ച വേണം, ഒരു ജീവിതമാർഗം വേണം, എന്ത് കാര്യവും അത്യാവശ്യ കാര്യങ്ങളുണ്ട് ചുരുക്കി ചോദിച്ചാൽ എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞു തരും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ചുരുക്കി ചോദിക്കാവുള്ളൂ, അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. വിശകലനം ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ ഒരു നിശ്ചിത ഫീസ്. അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി. അതും വഴിപാടുകൾ ചെയ്യാമെന്നുള്ളവർ ചെയ്താൽ മതി. അല്ല ചുമ്മാ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ളത് നോക്കത്തുമില്ല. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി അത് ആവർത്തിച്ച് ചെറിയ കാര്യങ്ങൾ പറ്റുന്ന പോലെ ചെയ്യണമെന്നുള്ളവർ ചെയ്താൽ മതി. മനസ്സിലായില്ല? അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കളയാൻ എൻ്റെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ അവർക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് ആ സന്തോഷം ഉണ്ടാവും. അത് വേണം. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്ത് ഒരാൾക്കത് ചെയ്യുമ്പോൾ അത് അവർക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നത്. അല്ലാതെ വെറുതെ സമയം കളയാനില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അല്ല ചുമ്മാ ഒരു രസത്തിന് വേണ്ടി നോക്കുക, പിന്നെ വഴിപാട് ചെയ്യാതിരിക്കുക, ഉഴപ്പുക, 1-2 തവണ ചെയ്ത് ഉഴപ്പുക, അങ്ങനെയുള്ളവരെ ഞാൻ ഏരിയയിൽ അടുപ്പിക്കത്തില്ല. അങ്ങനെയുള്ളവരോട് ഒന്നും പറയത്തുമില്ല. മനസ്സിലായില്ലേ? എല്ലാം നല്ല ചെറിയ ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ, നല്ല കാര്യങ്ങളാണ്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും വീഡിയോയിലേക്ക് വിശദമായിട്ട് വരികയാണ്. ഒന്ന് നർപ്പവേ എല്ലാം വിശദമായിട്ട് പറഞ്ഞു. ശിവോഹം. ഇത് ഈ കാണുന്ന രുദ്രാക്ഷം കാമാഖ്യന്ന് കൊണ്ടുവന്നതാണ്, ഒരാൾ തന്നതാണ്. ഭഗവാന്റെ കാലിൽ വെച്ചിരിക്കുന്ന ഈ രുദ്രാക്ഷം ചില മാറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ, അത് പുതിയ ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പുതിയ മാറ്റങ്ങളുടെ സൂചനയാണ്. അതായത് ഈശ്വരൻ തരുന്ന ചില സൂചനകളാണ്. ഒന്നാമത്തെ 2-3-4 കാര്യങ്ങളുണ്ട് മാറ്റങ്ങൾ. അത് ഒന്നാമത്തെ കാര്യം പറയാം. ഈ ഒരു ലക്ഷണം കണ്ടാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നു എന്നുള്ള ഉറപ്പായിട്ടുള്ള ഒരു സൂചന തന്നെയാണ്. അതായത് നമ്മളുടെ വീട്ടിൽ ഈ അടുത്ത കാലത്തായിട്ട് ഈ കുഞ്ഞു കിളികളുണ്ടല്ലോ, ചെറിയ വയൽക്കിളി പോലെ ചെറിയ കിളികൾ വരുന്നു. അത് വന്നിട്ട് അങ്ങ് പോകും. അങ്ങനെ വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ, അതായത് വയൽക്കിളികൾ അല്ലെ ചെറിയ കിളികൾ, നമുക്ക് കാണാനൊക്കെ ഇച്ചിരി ഭംഗിയുള്ള അല്ലെ ചെറിയ കിളികൾ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പോകുന്നു. ആദ്യം നേരം ഇരിക്കണമെന്നില്ല. ഇങ്ങനൊരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സൂചനയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ വീട് അല്ലെ ഭൂമി അല്ലെ സമ്പത്ത്, ഉയർച്ച, സമാധാനം ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്നുള്ള ഒരു സൂചനയാണ്. അപ്പൊ ഈ ഇതുപോലെയുള്ള ചില പക്ഷികൾ അല്ലെ ഏത് കിളി ആയിക്കോട്ടെ കേട്ടോ, ഞാൻ വയൽക്കിളി എന്ന് പേര് പറഞ്ഞതേ ഉള്ളൂ, ഏത് കുഞ്ഞു കിളികൾ ഏത് കിളിയും ആയിക്കോട്ടെ, അതുങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനുള്ള വീട്ടിൽ അതിനുള്ള ഒരു 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 സാഹചര്യം ഉണ്ടെങ്കിലേ അത് വരത്തുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പ്രകൃതിയിലെ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഒരു ഒരു ഈശ്വരീയമായ ഒരു സാന്നിധ്യം ഉണ്ടായി തുടങ്ങുമ്പോഴേ അത് വരത്തുള്ളൂ. കാരണം ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ്. അപ്പം പ്രകൃതിയിലെ ഇതുപോലുള്ള ചില കൊച്ചു കിളികൾ നമ്മുടെ വീട്ടിൽ രാവിലെയോ ഏതെങ്കിലും സമയം വന്നിട്ട് പോകുന്നെങ്കിൽ ഇത് അനുഭവമുള്ള കാര്യമൊക്കെ കേട്ടോ. ഞാൻ അനുഭവത്തിന് അടിസ്ഥാനത്തിലേ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിന് വെള്ളം കൊടുക്കുക ഒരു പാത്രത്തിൽ. ഇല്ലേ ഒന്നും ചെയ്യേണ്ട, അതിന് ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യാതിരുന്നാൽ മതി. അത് വന്നിട്ട് പോയിക്കോട്ടെ. ഇത് ഇപ്പം ഇന്ന് ഈ കിളികൾ വന്നാൽ നാളെ മാറ്റം ഉണ്ടാകുന്നില്ല, പക്ഷെ മാറ്റങ്ങൾ ഉണ്ടാകും. ഭൂമിയൊക്കെ മേടിക്കാനും അല്ലെ നല്ല തൊഴിലുയർച്ചയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും സമ്പാദ്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇവർക്ക് നടക്കാനുള്ള ഒരു സമയമായി എന്നുള്ള ഒരു സൂചനയാണ്. പിന്നെ നമ്മൾ പ്രവർത്തിക്കണം, ഈശ്വരാനുഗ്രഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇതൊരു സൂചനയാണ് തരുന്നത്, നിങ്ങൾക്ക് മാറ്റത്തിനുള്ള സമയമായി. പക്ഷെ മാറ്റം പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മളാണ്. നമ്മൾ ഇപ്പം കൂടുതൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം, ഈശ്വരാനുഗ്രഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ ഇപ്പം നമുക്ക് ഇങ്ങനെ തോന്നുന്നതാണ്, എനിക്ക് പളനിയിലൊന്ന് പോകണം, ഒന്ന് തോന്നുക മനസ്സിൽ അല്ലെ എനിക്ക് ഗുരുവായൂരൊന്ന് പോകണം, അല്ലെ എനിക്ക് അമ്പലപ്പുഴ ഒന്ന് പോകണം, അല്ലെ കൊട്ടിയൂരൊന്ന് പോകണം, ഇങ്ങനെയൊക്കെ തോന്നുന്നു വിചാരിച്ചു, അല്ലെ ഏറ്റുമാനൂരൊന്ന് പോകണം. ഇങ്ങനെ നമുക്ക് മനസ്സിൽ നിന്ന് തോന്നുക, അതും നിങ്ങൾക്ക് ജീവിതം മാറാനുള്ള സമയമായി എന്നുള്ളൊരു സൂചനയായി എഴുതി വെച്ചോ. അങ്ങനെ അപ്പം നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം പളനി പോകണമെന്ന് തോന്നുന്നു, അല്ലെ ഗുരുവായൂർ പോകണമെന്ന് തോന്നുന്നു, ഉടനെ പിന്നെ പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണോ ചെയ്യേണ്ടതല്ല, നിങ്ങളത് പോകണം. കാരണം പോയാലേ അത് ഫലം കിട്ടത്തുള്ളൂ. ഇതൊരു സൂചനയാണ്. ഈ സൂചന നമ്മൾ പ്രയോജനപ്പെടുത്തണം. സൂചന ഉണ്ടാകുന്നത് മാറ്റം ഉണ്ടാകുമെന്ന് അർത്ഥമില്ല. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ആ സമയം
മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ ആ സമയത്ത് ആ തോന്നുന്ന ക്ഷേത്രത്തിൽ പോകണം. ഉറപ്പായിട്ടും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും കേട്ടോ. അതിന് ഈശ്വരൻ ഓരോന്ന് കാണിച്ചു തരുന്ന. ഇനിയും ചിലർക്ക് തോന്നും പളനി പോകുമ്പോൾ ഇത്ര വീട് ഭിക്ഷ എടുത്തിട്ട് പോകണം, അങ്ങനെ തന്നെ പോകണം, അതാണ് ഫലം കേട്ടോ. മുരുകൻ ഏറ്റവും ഇഷ്ടം അതാണ്. 7 വീടെങ്കിൽ 7 വീട് ഭിക്ഷ എടുത്ത് പോകണം, അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ചിലത് തോന്നും. ആ തോന്നുന്ന സമയത്ത് ചെയ്തോണം. അത് മാറ്റം ഉണ്ടാകാൻ പോകുന്നു, മാറ്റം ഉണ്ടാകാനുള്ള സമയമാണെന്നുള്ള സൂചനയാണ്. അതുപോലെ തന്നെ ചിലർക്ക് ഈ ഉറക്കത്തിൽ കൃഷ്ണനെ സ്വപ്നം കാണുക. മനസ്സിലായോ? കൃഷ്ണനെ സ്വപ്നം കാണുക, അതുപോലെ ശിവലിംഗ സ്വപ്നം കാണുക, അതുപോലെ ക്ഷേത്ര സ്വപ്നം കാണുക. ഇങ്ങനെ ചില സ്വപ്നങ്ങൾ കണ്ടാലും ജീവിതം മാറാൻ പോകുന്നുള്ളൊരു സൂചനയാണ്. ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യണം, പറ്റുന്ന പോലെ വഴിപാടുകൾ ചെയ്യണം. നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും വേണം നമ്മുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും അത് ഫലം ഉണ്ടാകും ആ സമയത്തെ പ്രവർത്തനങ്ങൾ. അതുപോലെ ചില സമയത്ത് നമുക്ക് ഒരാൾ വന്നെന്ന് പറയുന്നു, നമ്മുടെ അടുത്തുള്ളൊരു ക്ഷേത്രം ഇവിടെ ഒരു പുനരുദ്ധാരണം നടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും ചെയ്യണം. അത് ചെയ്യുന്നതിൻ്റെ വലുപ്പമല്ല, നിങ്ങളെ കൊണ്ട് അപ്പം നിങ്ങൾക്ക് അത് ഈശ്വരൻ തരുന്നൊരു അവസരമാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സോടുകൂടി കൊടുക്കണം. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, അത് ജീവിതം മാറാൻ പോകുന്നുള്ളൊരു സൂചനയാണ്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾക്ക് അന്നദാനം ചെയ്യാൻ വേണ്ടി അവസരം ഉണ്ടാവുക. നിങ്ങളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന വിചാരിച്ചു, അപ്പം ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് നിങ്ങൾ അവിടെ ഇരുന്ന് ചിലർ പോയിട്ട് എന്നെ എടുക്കുമെന്നറിയോ, അമ്പലത്തിൽ പോയിട്ട് ഭഗവാനോട് കുറേ ചിലർ ഈ ചുണ്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ചുണ്ടുകൾ കണ്ടു കഴിഞ്ഞാൽ മൊത്തം ഭഗവാനോട് അത് ചെയ്തു വരണം, ഇത് ചെയ്തു വരണം. ഇടയ്ക്ക് ചിലർ ഇങ്ങനെ കൂടെ കരയും കൂടെ ചെയ്യും. ഇതിലൊന്നുമല്ല കാര്യം. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുക, ഭഗവാനോട് മനസ്സുകൊണ്ട് സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ ചെയ്യുക. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട്. ചിലർ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഭഗവാനോട് പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ട് അവരോട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ പോരും. പക്ഷേ ചിലരെന്നാ എടുക്കും, ക്ഷേത്രദർശനം കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തോന്നും എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമല്ലോ ഈശ്വര. അപ്പോഴായിരിക്കും അവിടെ ഒരു അന്നദാനത്തിന് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ അവരന്വേഷിക്കും എനിക്കത് ചെയ്യാനുള്ള പൈസ എന്തെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ അവരത് പിന്നീട് അതിനുള്ള പൈസ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് ചെയ്യും. ഇങ്ങനെ തൊഴുത് കഴിയുമ്പോൾ ഒരു നന്മ ചെയ്യാൻ തോന്നുക, അതും ഒരു ലക്ഷണമാണ്. തൊഴുത് കഴിഞ്ഞ് നാട്ടുകാരെയും വീട്ടുകാരെയും കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നത് അതൊരു നല്ല ലക്ഷണമല്ല. തൊഴുത് കഴിയുമ്പോൾ നമുക്ക് ഈശ്വരനെ തൊഴുത് കഴിയുമ്പോൾ നന്മ ചെയ്യാൻ മനസ്സിൽ തോന്നിയാൽ അത് ചെയ്തോണം. അതിപ്പോൾ അന്നദാനം ആയിക്കോട്ടെ, അല്ലെ വേറൊരു ആരെയും വയ്യാത്ത ഒരാളെ സഹായിക്കാനായിക്കോട്ടെ. ചിലർക്ക് തോന്നും തൊഴുത് കഴിയുമ്പോൾ എൻ്റെ അച്ഛനെ ഒന്ന് കാണണം, എൻ്റെ അമ്മയെ ഒന്ന് കാണണം. അതൊക്കെ അപ്പം പൊക്കോണം, പോയി അവർക്ക് വസ്ത്രമൊക്കെ മേടിച്ചു കൊടുക്കണം, അവർക്ക് ഇച്ചിരി അവരെ കഴിച്ച പൈസ കൊടുക്കണം, അവരോട് ആഹാരം കഴിക്കണം. പെട്ടെന്ന് പിതൃപ്രീതി കിട്ടും. നിങ്ങൾ 1000 ക്ഷേത്രങ്ങളിൽ 1000 ഹോമങ്ങൾ ചെയ്ത് കിട്ടാത്ത പിതൃപ്രീതി സ്വന്തം അച്ഛനെ അമ്മയെ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തൊഴുത് കഴിയുമ്പോഴായിരിക്കും ഈശ്വരനായിരിക്കും തോന്നിക്കുന്നത് വീട് വരെ പോയി അച്ഛനെ ഒന്ന് കാണണം, അവരോട് അല്പനേരം ചെലവഴിക്കുക, അവർക്ക് അല്പം സ്നേഹം കൊടുക്കുക. അവർക്ക് നിങ്ങളുടെ പണത്തിൻ്റെ ആവശ്യമല്ല, അവർക്ക് സ്നേഹം ആവശ്യം. അവരോടിരുന്ന് ആഹാരം കഴിക്കുക. അവർക്ക് പിന്നെ എന്നെങ്കിലും ഒരു പൈസയും കൂടെ കൊടുത്തേക്കുക. കാരണം പ്രായമുള്ളവർക്കും പല ആവശ്യങ്ങളുണ്ട്, എല്ലാത്തിനും കൈ നീട്ടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വസ്ത്രങ്ങൾ കൊടുക്കുക, സ്നേഹം അവർക്ക് ഏറ്റവും ആവശ്യം. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ ഈശ്വരനെ തൊഴുത് കഴിയുമ്പോൾ ചില നന്മകളുള്ളിൽ തോന്നും, അത് ചെയ്തോണം. അതിനകത്ത് യാതൊരു മടിയും വിചാരിക്കരുത്. അതും നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ്. അത് ചെയ്തില്ലെങ്കിൽ വീണ്ടും ജീവിതം ആ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. വെറുതെ ഒരു കാര്യം ഞാൻ പറയാറില്ല, സത്യസന്ധമായിട്ട് ശുദ്ധ മനസ്സോടു കൂടിയാണ് പറയുന്നത്. അതൊരു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുപോലെ അത്ര സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ മനസ്സിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാര്യം, ഞാൻ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കാലം, അന്ന് എൻ്റെ ശരിക്കും പറഞ്ഞാൽ പൈസയൊന്നും ഇല്ലാത്തൊരു സമയം. ഇത് ഞാൻ പറയുന്നത് ഈ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. പക്ഷെ എങ്കിലും ഇതിനകത്തൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് പറയാം. ഞങ്ങളുടെ അടുത്തുള്ള ധന്വന്തരമൂർത്തിയുടെ ക്ഷേത്രത്തിൽ പോയി. അവിടുന്ന് ഞാൻ തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ എന്നോടൊരു മനുഷ്യൻ വന്നേച്ചു എൻ്റെ പുറകെ നടന്ന് അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്, മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മദ്യം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ദേഷ്യമാണ്, ഞാനങ്ങനെ നടന്നുപോയി. അപ്പം കുറേ നടന്നിട്ട് അദ്ദേഹം എന്നോട് കുറേ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് വിശക്കുന്ന ഞങ്ങളൊരു ഭക്ഷണം മേടിച്ചിടാമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം
അത് ആരാണേലും മേടിച്ചു കൊടുക്കണം. മദ്യം ഉണ്ടെങ്കിലും കൊള്ളാം, മദ്യം ഇല്ലേലും കൊള്ളാം, ദുഷ്ടനാണേലും കൊള്ളാം, നല്ലവനാണെങ്കിലും കൊള്ളാം. ആഹാരം ചോദിച്ചാൽ ആരാണെങ്കിലും കൊടുക്കണം. ആരും ആയിക്കോട്ടെ. ആഹാരം വിശപ്പെന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പലപ്പോഴും പൈസ കാണത്തില്ല. അന്ന് എൻ്റെ കയ്യിലായിരുന്നു 100 രൂപയുണ്ട്. ആരാണ്ട് ചോദിച്ചും ആ സമയത്തൊന്നും ഞാനങ്ങനെ ഈ ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. അങ്ങനെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിലോട്ടൊന്നും അങ്ങനെ ആ ജോലി സംബന്ധമായിട്ട് കൂടുതൽ പോകുന്ന കാര്യങ്ങൾ ആ കാലഘട്ടം. എങ്കിലും അമ്പലത്തിൽ വരും. ചുരുക്കം പറഞ്ഞാൽ ഒരു വല്ലാത്ത സാഹചര്യമാണ് എൻ്റെ ആ ജീവിതത്തിൽ ആ കാലഘട്ടങ്ങൾ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടായിരുന്ന അത് ഞാൻ അയാളെ കൊണ്ട് ഇപ്പോൾ കുറേ വർഷം മുമ്പാണ് കേട്ടോ. ആ 100 രൂപ എന്ന് പറഞ്ഞാൽ അതിന് അന്ന് അത് അതുപോലെ ഗുണം, അതുപോലെ അത് പ്രയോജനമുണ്ട്. ഇന്നിപ്പം 100 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നിനുമില്ല. അപ്പം ഞാൻ അവിടെ ചെന്നു, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഒരു പിന്നെ ചായക്കടയിൽ ചെന്നു. ഞാൻ അദ്ദേഹത്തിനോട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം ദോശ കഴിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നു. 2-3 ദോശയും ചമ്മന്തിയും കഴിച്ചു. പിന്നെ ചായയും കുടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചോ, ഞാൻ കഴിച്ചാലും ചേട്ടൻ കഴിച്ചാലും ഒരുപോലല്ലേ. പുള്ളി പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. ഞാൻ ഇന്നും ഓർക്കുന്നു, അയാൾ മതിയെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ബാക്കി പൈസ അവിടെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് വലിയ ചേഞ്ച് ഉണ്ടായി. ഞാൻ തമാശ അല്ല, ഇത് കാര്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്കും ഗുണമുണ്ടാകുന്ന കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞു വലിയ ചേഞ്ച് ഉണ്ടായി. വലിയ ചേഞ്ച് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ 1 മിനിറ്റ് എനിക്ക് വർക്കില്ലാത്ത സമയമില്ല. എനിക്ക് ചെയ്യാൻ വയ്യാത്ത കുഴപ്പമുള്ളൂ. അത് കൊറോണ വന്നപ്പോഴും കൊള്ളാം, അല്ലാത്തപ്പോഴും കൊള്ളാം. പിന്നെ എനിക്കിപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുന്ന വർക്കുകളേ ഉള്ളൂ. എനിക്ക് വർക്കില്ലാതെ ദൈവം അനുഗ്രഹിച്ച് ഇന്നേ വരെയും. പിന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ തിരക്കാകുമായിരുന്നു ഞാൻ. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോശ മേടിച്ചു കൊടുക്കാനാണോ? അങ്ങനെയല്ല. ആഹാരം, നമുക്കിപ്പം ആരെങ്കിലും ആഹാരം ചോദിച്ചാൽ അവർക്ക് മേടിച്ചു കൊടുക്കണം. അതുപോലെ നമുക്ക് ഒരു ക്ഷേത്രദർശനം കഴിയുമ്പോൾ തോന്നുക ആരെങ്കിലും ആഹാരം കഴിക്കാൻ വന്നു, അവർക്ക് ജനുവനായിട്ടുള്ള കാര്യങ്ങൾ, തട്ടിപ്പുകാരായിരിക്കരുത്. ആഹാരം മേടിച്ചു കൊടുക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. നമുക്കൊരു ക്ഷേത്രദർശനം കഴിഞ്ഞൊക്കെ ചിലപ്പോൾ അങ്ങനെ ചില തോന്നലുണ്ടാകും. ഞാൻ ക്ഷേത്രദർശനം കഴിഞ്ഞ് വരുമ്പോഴേ എനിക്ക് അനുഭവം ഉണ്ടായത് ഈശ്വരൻ തരുന്ന ചില അവസരമാണ്. എന്നിട്ട് ഈശ്വരൻ നന്ദി പറയുക, ഇതുപോലെ എനിക്കൊരു അവസരം തന്നതിനോട് നന്ദി പറയുക. ഞാൻ അങ്ങനെ നന്ദി പറഞ്ഞു, ഭഗവാൻ എനിക്ക് ഇതിനൊരു അവസരം തന്നതിന് നന്ദി, ആ സമയത്ത് എൻ്റെ പൈസ ഉണ്ടായിരുന്നതിന് നന്ദി, ഒക്കെ നന്ദിയും കൂടെ പറഞ്ഞു മനസ്സുകൊണ്ട്. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ, ഇങ്ങനെ ചില ലക്ഷണങ്ങളുണ്ട് ജീവിതം മാറ്റുന്നത്. പിന്നെ നമുക്ക് ആർക്കെങ്കിലും വസ്ത്രങ്ങൾ ദാനം ചെയ്യാൻ അവസരം കിട്ടുവാണെങ്കിൽ അത് ചെയ്യണം. അത് ആർക്കെങ്കിലും ഒക്കെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ നല്ലതാണ്. പിന്നെ ക്ഷേത്രത്തിൽ, ഇപ്പം വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ, കൃഷ്ണൻ ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ പക്കപ്പറഞ്ഞാൽ നോക്ക് ഭഗവാൻ ഒരു സെറ്റുമുണ്ട് സമർപ്പിക്കാൻ നല്ലതാണ്. ഈ വസ്ത്രദാനത്തിന് ഒരുപാട് രഹസ്യമുണ്ട്. പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാവും, പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവും വസ്ത്രദാനം കൊണ്ട്. പൂർണ്ണ മനസ്സോടെ ചെയ്യണം. പറ്റുന്ന പോലെ ചെയ്താൽ മതി. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെ വസ്ത്രദാനം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഇപ്പം ഭഗവാൻ ഒരു സെറ്റ് മുണ്ട് കൊടുക്കണം, അല്ലെ ഭദ്രകാളിക്ക് ഒരു സെറ്റ് മുണ്ടും കൊടുക്കണം എന്നിങ്ങനെ തോന്നുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിനൊരു സൂചനയാണ്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു കുറച്ച് ഈ സിന്ദൂരം എടുക്കുക. സിന്ദൂരത്തിൻ്റെ ഡപ്പി മേടിക്കുക, അത് പൊട്ടിക്കണ്ട. ആ സിന്ദൂരം കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഓം ശ്രീം ഹ്രീം, ഹായാണ്, ക്ലീം ശ്രീം ലക്ഷ്മി രാഘവായ നമ. ഒന്നുകൂടെ പറയാം. ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ലക്ഷ്മി രാഘവായ നമ. ഈ രഹസ്യ മന്ത്രം ഇതിനകത്ത് ഹ്രീം എന്ന് പറഞ്ഞേക്കുന്നത് ഹായ, കാ ജപിക്കരുത് കേട്ടോ. ഓം ശ്രീം ഹ്രീം, ഹായ കേട്ടോ. ഒന്നുകൂടെ പറയാം. ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ലക്ഷ്മി രാഘവായ നമ. ഈ മന്ത്രം ജപിച്ച്, ലക്ഷ്മി രാഘവ എന്ന് ജപിക്കുന്നത്, ലക്ഷ്മി രാഘവായ നമ. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതി കൊടുക്കാം. അതുകൂടെ നിങ്ങൾ നോക്കിയിട്ട് ജപിക്കുക. ഈ മന്ത്രം ജപിച്ചിട്ട് ഒരു ചെറിയ ഡപ്പി സിന്ദൂരം നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് ഈ മന്ത്രം ജപിച്ചിട്ട് വെക്കണം. ആ വിളക്ക് കത്തിക്കുന്നിടത്ത് തട്ടത്തെ, നമ്മൾ പൂക്കളൊക്കെ വെക്കില്ല, തട്ടത്തെ വെക്കണം. ദിവസവും രാവിലെ വേണ്ടി ഇതുപോലെ ചെയ്യുക. പിന്നെ ദിവസവും ഇടത് കൈയിൽ പിടിച്ച് ഈ സിന്ദൂരത്തിന്റെ ഡപ്പി പിടിച്ച്, അത് പൊട്ടിക്കൊന്നും വേണ്ട, ഇടത് കൈയിൽ പിടിച്ച് ഈ മന്ത്രം വാഗൊണ്ട് ജപിച്ച് മനസ്സുകൊണ്ട് സാമ്പത്തികം ആവശ്യപ്പെട്ട് ഇടത് പാനിന്റെ പോക്കറ്റിലോ, പുരുഷന്മാരാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ ചുരിദാറിന്റെ ഇടത് പോക്കറ്റിലോ അല്ലെ പേഴ്സിലോ ഒക്കെ വയ്ക്കാം. വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാവും. ഓം ശ്രീം ഹ്രീം
ക്ലീം ശ്രീ ശ്രീ എന്നല്ല ശ്രീം നാം. ഞാനിത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ എഴുതിയിടാം. ഒന്നുകൂടെ ജപിക്കാം. ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ലക്ഷ്മി രാഘവായ നമ. ഇത് പലതവണ പറയുന്നത് തെറ്റ് വരാതെ ജപിക്കണം, അതിനു വേണ്ടി കേട്ടോ. അപ്പോൾ പറയുന്നത് എനിക്ക് ഇടയ്ക്ക് തെറ്റിപ്പോ, അതുകൊണ്ടാണ് വീണ്ടും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റാതെ അത് ശരിയായിട്ട് ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറഞ്ഞു. ഇപ്പം ഞാനാണെങ്കിലും പറയുന്നതിനിടയ്ക്ക് എനിക്ക് ചില മിസ്റ്റേക്ക് വരാം, അത് ക്ലിയർ ചെയ്താണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് ഏറ്റവും സത്യസന്ധമായിരിക്കണം, ശരിയായിട്ടുള്ള കാര്യമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടാകൊണ്ടാണ്. അപ്പം ഇത് നിങ്ങൾ ജപിക്കുക. പിന്നെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, അവിടെ രാവിലെ ഇത് ഇടത് കൈ പിടിച്ച് ജപിച്ച പണപ്പെട്ടിയിൽ ഈ സിന്ദൂര ഡപ്പി വെക്കാം. സിന്ദൂരത്തിൻ്റെ ഡപ്പി രാവിലെ വൈകിട്ടും ചെയ്യണം. അതായത് ഇങ്ങനെ എടുത്തിട്ട് പ്രാർത്ഥിച്ച് വെക്കുക, വൈകിട്ടും ഇതുപോലെ എടുത്തിട്ട് പ്രാർത്ഥിച്ച് വെക്കണം. കച്ചവട സ്ഥാപനമുണ്ട്. അപ്പൊ ഈ സിന്ദൂരവും ഈ മന്ത്രവുമായിട്ട് എന്താണ് ബന്ധം? ഇതിൻ്റെ അകത്ത് ശ്രീം എന്നുള്ള ലക്ഷ്മി ബീജമുണ്ട്. ലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടുന്ന മന്ത്രമാണ്. നമ്മൾ ലക്ഷ്മി രാഘവ എന്നാണ് ജപിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടും. അങ്ങനെയുള്ള ഒരു മന്ത്രമാണ്. ഈ സിന്ദൂരം ഉള്ളിടത്ത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പം എന്ന് വെച്ചാൽ സിന്ദൂരം ഉള്ളിടത്ത് മാത്രമല്ല, നമ്മൾ അതോടൊപ്പം ഈശ്വരനെ വിളിക്കുകയും കൂടെ ചെയ്യണം. അപ്പോഴാ സാന്നിധ്യം ഉണ്ടാകും നന്നായിട്ട്. മനസ്സിലായില്ലേ? അപ്പം മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം കുങ്കുമം അല്ലെ സിന്ദൂരം, ഇത് പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും കുങ്കുമം മഞ്ഞള്, സിന്ദൂരം എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനിവിടെ ഉദ്ദേശിച്ചത് കുങ്കുമം തന്നെയാണ് കേട്ടോ. കുങ്കുമമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം പറഞ്ഞത് സിന്ദൂരം എന്നാണെങ്കിലും കുങ്കുമമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം കുങ്കുമം, പിന്നെ മഞ്ഞള്, ചന്ദനം, ഭസ്മം, ഇതൊക്കെ ഉള്ളിടത്ത് ഈ ലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ നിലവിളക്ക്, കത്തി നിൽക്കുന്ന നിലവിളക്ക്. വീട്ടിൽ രാവിലെ പോയിട്ട് നിലവിളക്ക് തെളിയിക്കാൻ പറയുന്ന അവിടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകാനാണ്. കത്തി നിൽക്കുന്ന നിലവിളക്ക്, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പുഷ്പം, ഈ നിലവിളക്കിന്റെ മുന്നിൽ തട്ടത്തി എന്തിനാ പൂ വെക്കുന്നത്? ലക്ഷ്മി സാന്നിധ്യത്തിന് വേണ്ടി തന്നെയാണ്. അല്ലെ പിന്നെ എന്തൊരു പൂ പറിച്ചോണ്ട് പോയി വെക്കുന്നത്? അതിനകത്തൊക്കെ കാര്യമുണ്ട്. ലക്ഷ്മി സാന്നിധ്യത്തിന് തന്നെയാണ്. അതായത് പൂക്കൾ നിലവിളക്കിന്റെ മുന്നിൽ തട്ടത്തി വെക്കുന്നത്. പിന്നെ കണ്ണാടി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കണ്ണാടിയും ഇപ്പം നമ്മൾ പൂജാമുറിയിൽ കൃഷ്ണന്റെ ഫോട്ടോയുടെ അടുത്ത് കൃഷ്ണന്റെ ഫോട്ടോയുടെ പുറകെ വെക്കരുത്, മുന്നിലായിട്ട് ആ കൃഷ്ണന്റെ ഫോട്ടോയുടെ അടുത്ത് ഒരു ചെറിയ കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി വെക്കുക. വട്ടക്കണ്ണാടി ആണേലും മതി, നല്ല ഐശ്വര്യം ഉണ്ടാവും. അതെന്താ, കണ്ണാടി വെക്കുമ്പോൾ കണ്ണാടി ഉള്ളിടത്ത് ലക്ഷ്മി സാന്നിധ്യമുണ്ട്. പിന്നെ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് ബ്ലാങ്ക് ആകും. മനസ്സിലെല്ലാമെങ്കിലും നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിലും മാറും, മനസ്സ് ശുദ്ധമാകും, ചിന്തയില്ലാതാകും. അങ്ങനെ ചെയ്യുന്ന പ്രാർത്ഥനകൾ ഫലം കാണും. അതാണ്. പിന്നെ കൈയുടെ അഗ്രം, അതുപോലെ അറിവുള്ളവൻ്റെ കൂടെ മഹാലക്ഷ്മി കാണും, ക്ഷമയുള്ളവൻ്റെ കൂടെ മഹാലക്ഷ്മി കാണും, ധൈര്യമുള്ളവൻ്റെ കൂടെ മഹാലക്ഷ്മി കാണും, ധർമ്മവിചാരമുള്ളവൻ്റെ കൂടെ മഹാലക്ഷ്മി കാണും, ദൈവഭക്തി ഉള്ളവൻ്റെ കൂടെയും മഹാലക്ഷ്മി കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ കുങ്കുമം കൊണ്ട് ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ലക്ഷ്മി രാഘവായ നമ, ഇത് കുങ്കുമം പിടിച്ച് ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ ആ കുങ്കുമത്തിൻ്റെ ഡപ്പി പൊട്ടിക്കുകയൊന്നും വേണ്ട, വിളക്ക് കത്തിക്കുന്നത് രാവിലെ വൈകിട്ടും തട്ടത്തി വെക്കുക. പിന്നെ ഇത് ഇടത് കൈയിൽ പിടിച്ച് ജപിച്ച് നമ്മളുടെ ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെക്കാം. സ്ത്രീകളാണെങ്കിൽ ഇടത് ചുരിദാറിൻ്റെ പോക്കറ്റിൽ വെക്കാം, വൈകിട്ട് എടുത്ത് വെക്കുക. പിന്നെ ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നും ബാധകമല്ല കേട്ടോ. ഇത് അങ്ങനെയുള്ളൊരു നല്ല പ്രാർത്ഥനയാണ്. ഇനിയും അങ്ങനെ മനസ്സിൽ ശങ്കയുണ്ടെങ്കിൽ അശുദ്ധിയുള്ള സമയത്ത് ചെയ്യണ്ട, അല്ലാതെ ചെയ്താൽ മതി. സ്ത്രീകൾ ഇതിന് മനഃശുദ്ധി മതി ഇതിന് കേട്ടോ. പിന്നെ ബിസിനസ് സ്ഥാപനത്തിൽ പണപ്പെട്ടിക്കകത്ത് വെക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണേലും ഇത് ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വിദ്യയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരാൾക്കും വേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യം വേണം, അത് നിങ്ങളുടെ കുടുംബം പുലർത്താനുള്ള സമ്പാദ്യം വേണം. ഇനി ആരും അറിയാത്ത കുറച്ച് സമ്പാദ്യം കൂടെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് കൂടി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം. രണ്ട് രീതിയിലുള്ള സമ്പാദ്യം വേണം. ഒന്ന് കുടുംബം പുലർത്താനുള്ളത്, ഒന്ന് ഒരു ചെറിയ തുക നമ്മൾ അധ്വാനിച്ചുണ്ടാകുന്നതിൽ നിന്ന് മാറ്റി വെക്കണം. അതാരും അറിയരുത്, നമ്മൾ മാത്രമേ അറിയാവുള്ളൂ. കാരണം ചില സമയത്ത് അത് ഉപകാരപ്പെടും. എല്ലാം അങ്ങ് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ചിലപ്പോൾ ഒരാവശ്യത്തിന് ഒരു പൈസ കൈ കാണത്തില്ല. വീട്ടിലേക്ക് വേണ്ടി കുറച്ച് മാറ്റി വെക്കണം. പിന്നെ
നമ്മൾ അധ്വാനിക്കുന്ന പൈസയുടെ ഒരു വിഹിതം ആരും അറിയാതെ വേറെ ഒരു ഏതെങ്കിലും രീതിയിൽ സേവ് ചെയ്ത് വെക്കണം. 2, മെഡിക്ലെയിം, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും വേണം. കാരണം നമ്മൾ ഈ പല കുടുംബങ്ങളും തകരുന്നത് ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിയുമ്പോൾ കടം കയറി വീട് വിൽക്കുക, ഇങ്ങനെയാണ് പലപ്പോഴും നടക്കുന്നത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിങ്ങനെയുള്ള ചിന്തകളാണ് വരേണ്ടത്. ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കണം അത് ഈശ്വരൻ വന്ന് പഠിപ്പിച്ചു തരത്തില്ല. അത് നമുക്ക് ബുദ്ധി തരും, നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ഏതെങ്കിലും നമുക്ക് അന്വേഷിച്ചിട്ട് നമുക്ക് പറ്റുന്ന, നമുക്ക് ആവശ്യമുണ്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ. ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ആക്സിഡന്റ് ക്ലെയിം ആവശ്യമാണ്. ആക്സിഡന്റ് ക്ലെയിം ഇപ്പോൾ എല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാ. ഒരു വാഹനത്തിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് നല്ലൊരു തുക കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അപകടം ഉണ്ടായി തളർന്നു കിടന്നാൽ നമുക്ക് പൈസ കിട്ടുന്ന ക്ലെയിമുകളുണ്ട്. വർഷത്തിൽ ഒന്ന് അടച്ചാൽ, ചെറിയ തുക അടച്ചാൽ മതി. അതൊക്കെ അന്വേഷിക്കുക. മെഡിക്ലെയിം, ആക്സിഡന്റ് ക്ലെയിമും വേണം, മെഡിക്ലെയിമും വേണം. പിന്നെ നമുക്ക് ദിവസവും വരുമാനം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പം ഒരു മാസശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാൾ അയാൾ സമയക്കണിക്കകത്താണ് സാമ്പത്തികമായിട്ട് വലിയ മാറ്റം വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നായക്ക് ശമ്പളത്തിൽ ഉയർച്ച കിട്ടണം, അപ്പം കുറച്ച് മാറ്റം വരും. എങ്കിലും നല്ല മാറ്റം വരണമെങ്കിൽ ദിവസവും പണം വരണം. അതിന് ഏതെങ്കിലും തൊഴിലുകൾ സ്വന്തമായിട്ട് ചെയ്യണം. എന്ന് വെച്ച് സ്വന്തമായിട്ട് തൊഴിൽ അറിയാവുന്നതായിരിക്കണം, നമ്മുടെ കയ്യിൽ നിൽക്കുന്നതായിരിക്കണം. നമുക്കറിയാത്ത പണി ചെയ്യരുത്, അതുപോലെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതായിരിക്കണം. അത് ഒരു തൊഴിൽ ചെയ്ത് നമുക്ക് പണം നഷ്ടപ്പെട്ടാലും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കരുത്. അങ്ങനെ ചെറിയ രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നില്ല. ദിവസം പണം വരുന്നവൻ്റെ കയ്യിലെ പണം കാണുന്നുള്ളൂ. അതാണ് ഈ ബിസിനസ്സുകാരുടെയൊക്കെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ. ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ പഠിക്കേണ്ടത്. അല്ലാതെ ജീവിതകാലം മുഴുവൻ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ജീവിക്കുക, കുറേ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ എങ്കിൽ നമ്മൾ ഇടയ്ക്ക് ജീവിക്കാൻ മറന്നു പോകരുത്. നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ ഇച്ചിരി പൈസ നമ്മുടെ കയ്യിൽ വേണം. പറഞ്ഞ മനസ്സിലായി. മൊത്തം നമ്മൾ തുറന്ന പുസ്തകം പോലെ ആകരുത്. എല്ലാ കാര്യവും വീട്ടിൽ പറഞ്ഞ് കഴിഞ്ഞാൽ ആശയമൊന്നും കാണത്തില്ല. തുറന്ന പുസ്തകം, ഇപ്പോൾ ഒരു പുസ്തകം മുഴുവൻ അത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലായി ആ പുസ്തകത്തിന് ഒരു വിലയില്ല, ആളുകൾ എടുത്ത് എറിയും. തുറന്ന പുസ്തകം ആകരുത് ഒരിക്കലും ജീവിതത്തിൽ. നമുക്ക് മറ്റാരും അറിയാത്ത ചില സാമ്പത്തികമായ സേവിങ്സുകൾ ഉണ്ടായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതം ശരിക്കും ജീവിതമാകുന്നത്. അല്ലെ ചുമ്മാ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, അവസാനം കയ്യിലൊരു പൈസയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു പെൺകുട്ടി, അവളൊരു വിവാഹം കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ ഒരു സാധാരണ പഠിത്തമൊക്കെ ഉള്ളായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളായി. അങ്ങനെ ആയപ്പോൾ അവിടെ വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വരികയാണ്, ഇവിടെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ വീട്ടുകാർ ഇവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോന്നു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അവൾ കുറേ ശ്രമിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, പക്ഷെ പറ്റുന്നില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഈ ബന്ധം വേണ്ട, ഞാൻ ഡൈവോഴ്സ് ആകുകയാണ് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു, മോളെ നമ്മൾ പാവങ്ങളാ, നീ എങ്ങനെയും കുറച്ചുകൂടെ പിടിച്ചു വയ്ക്കാൻ നോക്ക്. ആ പെൺകുട്ടി വളരെ ബുദ്ധിശാലിയും കഴിവുള്ള പെൺകുട്ടിയായിരുന്നു. അവൾ പറഞ്ഞു, ഇല്ല, എനിക്ക് ഈ ബന്ധം വേണ്ട, ഞാൻ തീരുമാനിച്ചു, ഡൈവോഴ്സ് ആകുകയാണ്, ഞാൻ ഇന്നിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പം വീട്ടുകാർ പറഞ്ഞു, മോളെ നമ്മൾക്ക് പാവപ്പെട്ടവരാണ്, നമുക്ക് ഈ ബന്ധം ഇങ്ങനെ ആയിക്കഴിഞ്ഞ് നീ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ വീട്ടുകാർ അവളെ പലതവണ ഉപദേശിച്ചു. അപ്പോൾ അവൾക്ക് ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞ് പഠിക്കാൻ പോയപ്പോഴും നാട്ടുകാരൊക്കെ പലതും പറയും, നമ്മുടെ നാട്ടുകാരില്ലേ. അപ്പം പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് കെട്ടിച്ചിട്ട് അവള് ഡൈവോഴ്സായി, നിയമപരമായിട്ട് തന്നെ ഡൈവോഴ്സായി. അവൾക്ക് വേണ്ടെന്നുള്ള ഉറച്ച തീരുമാനമായിരുന്നു. അവൾ പറ്റുന്ന രീതിയിൽ ചേർന്ന് പോകാൻ നോക്കി, പക്ഷെ അവൾ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഉചിതമായ സമയത്ത് അവൾ തീരുമാനം എടുത്തു, എനിക്ക് വേണ്ട, ഉറച്ച തീരുമാനമാണ്. എന്നിട്ട് അവൾ പഠിക്കാൻ പോയി. പഠിച്ചു കഴിഞ്ഞ് നല്ല ഉയർന്ന പഠിത്തമാണ് പഠിക്കാൻ പോയത്, നല്ല പഠിത്തം. എന്നിട്ട് ഞാൻ ഏതാണെന്ന് പറയുന്നില്ല, ജോലി കിട്ടി. അപ്പം വിദേശ കമ്പനിയിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുകയാണ്, നല്ല ശമ്പളമാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതായത് ഇവിടെ പലർക്കും ഇല്ലാത്തൊരു കുഴപ്പം അതാണ്, ഉചിതമായ തീരുമാനം കറക്റ്റ് സമയത്ത് എടുക്കാൻ പറ്റാതിരിക്കുക. ഇപ്പം നിങ്ങൾ ഒരു ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടിയായിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചു, പരമാവധി നമ്മൾ ചേർന്ന് പോകാൻ നോക്കണം. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തരുന്ന. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു തരത്തിലും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാരോട് പറയും, അവരൊക്കെ പറയും. ചിലപ്പോൾ അവർക്ക് അത് കറക്റ്റായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അവിടെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്.
ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുക. നല്ലതായിട്ട് ചേർന്ന് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പോകണം. ഒരു ജീവിതം ഒരിക്കലും അത് ഈശ്വരൻ തരുന്ന ഒരു വരദാനമാണ്. ഇനി ഒരു തരത്തിലും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായ സമയത്ത് ആ തീരുമാനം എടുക്കണം. പറ്റത്തില്ല, വേണ്ടെന്ന് വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പല കുട്ടികളും ചെയ്യുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്തിന് തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. നമ്മൾ ആ സമയത്തിന് ഉചിതമായ തീരുമാനം എടുക്കുന്നില്ല, ജീവിതം മാറും. ഇനി അതല്ല, നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നല്ലൊരു വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കാതെ ജീവിതം നശിപ്പിക്കരുത്, അടുത്തൊരു നല്ല ബന്ധത്തിലേക്ക് പോകണം. അപ്പം ഈ രണ്ടാമത് വിവാഹത്തിലോട്ട് വരുന്നവർ പലരും കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ. രണ്ടാം വിവാഹം ഇതെങ്കിലും നിലനിൽക്കണമെന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് ആദ്യ വിവാഹത്തിൽ തന്നെ ഒന്ന് ശ്രമിച്ച് നോക്കണം. ഈ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ ചിലപ്പോൾ അങ്ങനെ പോയാൽ ആദ്യ വിവാഹം തന്നെ നമുക്ക് ഡൈവേഴ്സ് ചെയ്യാതിരിക്കാനും പറ്റും. പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗം കൂടെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പല അനുഭവങ്ങളുടെ നമ്മൾ കാണുന്ന ജീവിതത്തിൽ നിന്നാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം. ചിലപ്പോൾ നിങ്ങൾ രണ്ടാം വിവാഹം കഴിച്ചാലും ഇതുപോലൊക്കെ തന്നെയുള്ളൂ, വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഇത് രണ്ടാമത്തെ വിവാഹമാണ്, ഇതെങ്കിലും ശരിയായിട്ട് പോകണം. അത് ആദ്യത്തെ വിവാഹത്തിൽ തന്നെ ചെയ്താൽ ചിലപ്പം ഡൈവേഴ്സ് ആകാതെ മുന്നോട്ട് പോകാനും പറ്റും. അങ്ങനെയും കൂടെ ശ്രമിക്കണം. ഇതൊക്കെ എൻ്റെ ചില കാഴ്ചപ്പാടുകൾ, ഞാൻ ചിന്തിക്കുന്ന ചില രീതികളുമാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും ഈ ചിന്തകളൊക്കെ. അപ്പോൾ അത് എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാല്ലേ തള്ളിക്കളയാം. ചില നക്ഷത്രങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. ഞാൻ നക്ഷത്രങ്ങളെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. പുണർന്നം, ചോതി, അവിട്ടം, ഈ 3 നാളുകാർ. ഞാൻ ഈ 3 നാളുകാരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറയുന്നതേ ഉള്ളൂ. വേറെ നാളുകാരുണ്ടെങ്കിലും എനിക്ക് കൂടുതലായിട്ട് അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പുണർന്നം, ചോതി, അവിട്ടം, ശനികർമ്മയുള്ള DNA അസ്ട്രോളജി അല്ലെ തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മക്കളോ മരുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ കഴിവതും ഐക്യത്തിൽ പോകാൻ ശ്രമിക്കണം. അവരോട് വഴക്കുണ്ടാക്കാൻ പോകരുത്. വഴക്കുണ്ടാക്കിയ പ്രശ്നമൊന്നുമില്ല, എപ്പോഴും വഴക്കും കലഹമായിരിക്കും, സമാധാനം കാണത്തില്ല. ഇപ്പം പുണർന്നം, ചോതി, അവിട്ടം ഇത് ചിലപ്പം അമ്മയ്ക്കായിക്കോട്ടെ, അപ്പോൾ അമ്മ മരുമക്കളുമായിട്ട് ഐക്യത്തിൽ പോകാൻ ശ്രമിക്കണം. ഇനി പുണർന്നം, ചോതി, അവിട്ടം മരുമക്കൊക്കെ ആയിക്കോട്ടെ, അമ്മയായിട്ട് ഐക്യത്തിൽ പോകാൻ ശ്രമിക്കണം. അത് പരമാവധി നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകണം. അല്ലെ എപ്പോഴും തൊട്ടനും പിടിച്ചനും ഒക്കെ വഴക്കായിരിക്കും. പിന്നെ ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഇത് ആരുടെയെങ്കിലും ഒരാളുടെ പേര് ജലധാര, കൂവളത്തിലർച്ചന, ഒരു കൂട് ഭസ്മം, മൃത്യുഞ്ജയാർച്ചന. ഐക്യത്തിലാകേണ്ട ആരൊക്കെയാണ് അവരുടെ എല്ലാം പേരിൽ ഐക്യമത്യാർച്ചനയും കൂടെ ചെയ്യാം. ഒരാളുടെ പേരിൽ ജലധാര, കൂവളത്തിലർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം. ഇപ്പം ഒരു അമ്മയാണ് പുണർന്നതെങ്കിൽ അമ്മ ആ മരുമോടെ പേര് ചെയ്യുക. കൂവളത്തിലർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം, ജലധാര. പിന്നെ മരുമോടെയും അമ്മയുടെയും പേര് ഐക്യമത്യാർച്ചന ചെയ്യുക. ഇനി മരുമോളാ ചെയ്യുന്നെങ്കിൽ അമ്മയുടെ പേരിൽ ജലധാര, കൂവളത്തിലർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം. മരുമോടെ അമ്മയുടെയും പേര് ഐക്യമത്യാർച്ചന. ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ ചെയ്യുക, വെള്ളിയാഴ്ച വൈകിട്ടും ചെയ്യുക. പെട്ടെന്ന് ഫലം ഉണ്ടാവും. അതുപോലെ തന്നെ ശനിയാഴ്ച രാവിലെയും കൂടെ പറ്റുവാണെങ്കിൽ ചെയ്യുക, നല്ല ചേഞ്ച് ഉണ്ടാകും. വൈകിട്ട് ജലധാര ചെയ്യാറില്ല, വൈകിട്ട് ജലധാര ഒഴിച്ച് ബാക്കി ചെയ്യാം, രാവിലെ ജലധാര ചെയ്യാറുള്ളൂ. അപ്പോൾ ശിവക്ഷേത്രത്തിൽ രാവിലെ ഈ പറഞ്ഞ കാര്യം ചെയ്യുക, വൈകിട്ട് ജലധാര ഒഴിച്ചു ചെയ്യുക. ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഈ പറഞ്ഞ വഴിപാട് ചെയ്യുക, വെള്ളിയാഴ്ച വൈകിട്ട് ജലധാര ഒഴിച്ചുള്ള വഴിപാട് ചെയ്യുക, ശനിയാഴ്ച രാവിലെ ജലധാര കൂട്ടി ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ആഴ്ച ചെയ്താൽ മതി, നല്ല ഐക്യം ഉണ്ടാവും. പിന്നെ പുണർന്നം, ചോതി, അവിട്ടം ഈ നക്ഷത്രക്കാർ കാലിന് പ്രശ്നം ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. കാല് വേദന, മുട്ടിന് വേദന, തെന്നി വീഴുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ എങ്കിലും പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് കാലിന് കൊളുമുറി തെന്നി വീഴുക, കാല് സ്ലിപ്പാകുക, അല്ലെ റോഡ് ക്രോസ് ചെയ്യുമ്പോഴേ അല്ലെ പൊക്കത്തിൽ കയറുമ്പോഴൊക്കെ മറ്റു നക്ഷത്രക്കാരെക്കാൾ കൂടുതൽ ഇവർ ശ്രദ്ധിക്കണം. കാരണം അതിനുള്ളൊരു സാധ്യത ചിലർക്ക് ഇവർക്ക് കൂടുതലാണ്. കാലിന് ഏതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ കാല് സ്ലിപ്പാകുക, അല്ലെങ്കിൽ കുളിമുറി കയറുമ്പം തെന്നുക, അല്ലെങ്കിൽ പൊക്കത്തിൽ കയറുമ്പോൾ പൊക്കമുള്ള സ്ഥലത്ത് കയറുമ്പം കാല് സ്ലിപ്പാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത മറ്റുള്ള നക്ഷത്രക്കാരേക്കാൾ ഇവർക്കുണ്ട്. എന്നാൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും അങ്ങനെ നടക്കണം നിർബന്ധമില്ല. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നല്ലതാണ് ഈ 3 നക്ഷത്രക്കാർ. അതുപോലെ ഈ പുണർന്നം, ചോതി, അവിട്ടം, വിശാഖവും ശ്രദ്ധിക്കുന്ന നല്ലതാണ്, കാല് സംബന്ധമായിട്ട് ഉള്ള പ്രോബ്ലംസ് കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നത് ഈ പറയുന്ന ഈ നക്ഷത്രത്തിന് ഫലം നിങ്ങൾക്ക് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. ഇതെന്തിനാ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാലിന് പ്രശ്നം ഉണ്ടാകുന്നത് ഒഴിവാക്കാം. ഇനി ഈ നക്ഷത്രപ്പുറത്തിൽപ്പെട്ടവർക്ക് കാലിന് എന്തെങ്കിലും വയ്യാഴി ഉണ്ട്, നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നല്ലതായിട്ട് അതിനെ അതിജീവിക്കാം. ഇനി
കുഴപ്പങ്ങളില്ലാത്തവർക്കാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവർക്ക് കാല് സംബന്ധമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത്. എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുണർദം, ചോതി, അവിട്ടം, വിശാഖം, ഈ നക്ഷത്രത്തിൽ ജനിച്ച വിശാഖ രാഹു കർമ്മയാണ് വരുന്നത്. പുണർദം, ചോതി, അവിട്ടം ശനി കർമ്മയാണ് വരുന്നത്. ഈ നക്ഷത്രക്കാർക്ക് എല്ലാം ഇത് ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്, എങ്കിലും ചിലർക്കെങ്കിലും ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ട്, ഗുണം ഉണ്ടാകത്തുള്ളൂ, അത്ര തന്നെ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.